ക്ഷീണം വല്ലതും ഉണ്ടോന്ന് നോക്കിയതാ. ഒരു ക്ഷീണവുമില്ല. അല്ലെങ്കിലും ദൈവകാര്യങ്ങൾക്ക് പോയാ എനിക്ക് അങ്ങനെ ഒരു ക്ഷീണവും തോന്നാറില്ല. ഏത് ദൈവത്തിന്റെ കാര്യോ പറയുന്നേ? സാക്ഷാൽ ഈശ്വരനെയാണോ അതോ നവീനെയാണോ? ആ തുടങ്ങി കളിയാക്കാൻ. അതെ, പാർക്കില് പൂ പറിക്കാൻ ചെന്നപ്പോ നവീനെടുത്ത് പൊക്കിയതൊക്കെ ഗോപാലേട്ടൻ എന്നോട് പറഞ്ഞു. അതിന് നവീൻ എവിടെ വരുമെന്ന് എനിക്കറിയോ? എന്നെ പിടിച്ച് പൊക്കുന്നു ഞാൻ വിചാരിച്ചോ? അറിയായിരുന്നെങ്കില് ഞാൻ ഓടിപ്പോവില്ലായിരുന്നോ? എന്നാലും അറിയാതെ സംഭവിച്ചപ്പോ ഒരു സുഖമൊക്കെ തോന്നിയില്ലേ? ആ ഒരുപാട് സുഖിച്ചു. എന്താ? ചൂടാകല്ലേ പെണ്ണെ. നവീന്റെ ഒപ്പം കാറിൽ പോയിട്ട് നിങ്ങൾ എവിടേക്കാ പോയേ? യാത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതോ വേറെ എന്താ? ഒരു അതോ അല്ല, വലിയ വലിയ ബിസിനസ്സുകാർക്കേ പല സ്ഥലത്തും ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ എവിടേക്കെങ്കിലും പോയോ? ഇതേ പ്രായത്തിന് കുറച്ച് മൂത്തതായി പോയി. അല്ലെങ്കിലേ ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തന്നേനെ. അല്ല കൊഞ്ചി കൊഞ്ചി ഇത് എങ്ങോട്ടാ പോകുന്നേ? എന്റെ മോളെ, ഈ നവീൻ നിനക്ക് അന്യനായ ഒരാളൊന്നും അല്ല. നിന്റെ കഴുത്തി കിടക്കുന്ന ഈ താലി നീ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നതും ഒരു ധ്യാനം പോലെ അത് തൊട്ടു തൊഴുന്നതും ഒക്കെ ഞാൻ കാണാറുണ്ട്. നവീൻ ഒരു ചെറിയ വേദന വന്നാ സഹിക്കാൻ പറ്റുമോ നിനക്ക്? നവീൻ ഒന്ന് വീണുപോയെന്നറിഞ്ഞാ മനസമാധാനം കിട്ടുമോ നിനക്ക്? അതൊക്കെ നവീൻ നിന്റെ ഉള്ളില് നിറയെ ഉള്ളതുകൊണ്ടല്ലേ. ഈ സങ്കടത്തിനിടയ്ക്ക് ദൈവം നിങ്ങൾക്ക് ഒരു ദിവസം നീക്കി വച്ചതായിരിക്കും മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ. ഞാൻ എങ്ങനെയാ കരുതുന്നത്? സുനന്ദേച്ചി, ഇതൊക്കെ തമാശക്ക് പറയുന്നതാന്ന് എനിക്കറിയാം. പക്ഷേ ആ യാത്രയും കളരിക്കൽ നടന്ന പൂജയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ലായിരുന്നു ഞാൻ. അതെന്തു പറ്റി? അറിഞ്ഞോണ്ടല്ലെങ്കിലും ഞാൻ ലംഘിക്കുന്നത് സിത്താര മേഡത്തിന്റെ മുന്നറിയിപ്പാ. അവർക്ക് ദേഷ്യം വന്നാ എന്താ സംഭവിക്കാന്നറിയാലോ. അമ്മയോടുള്ള ദേഷ്യം തീർക്കാൻ ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്ക. ഇതിപ്പം ഞാനായിട്ടൊരു കാരണം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്ത പോലെയായി. സിത്താര മാഡം ഇനി വിളിച്ചാലും മോള് ഫോൺ എടുക്കണ്ട.